എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 2:18 മുതൽ 20 വരെ. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാൻ ഉണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം നമുക്ക് ദാനമായി ദൈവം നൽകി. ഒരു ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം. തുയഥൈരയിലെ സഭയ്ക്ക് എഴുതുന്ന ദൂതാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം. ഒരു തരത്തിൽ അനുരഞ്ജനത്തിൻ്റെ വിപത്ത് എത്രമാത്രം ചില സന്ദർഭങ്ങളിൽ ദോഷകരമാകുന്നുവെന്ന് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. 7 കത്തുകളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമുള്ള കത്ത് ഏറ്റവും അപ്രധാനമായ നഗരത്തിലേക്കാണ് എഴുതിയിരിക്കുന്നത്. തുയഥൈര ഒരു അപ്രധാനമായ നഗരമാണെന്ന് അന്നത്തെ എഴുത്തുകളിലും സഭാപിതാക്കന്മാരുടെ രേഖകളിലുമൊക്കെ ഉണ്ട്. എങ്കിലും തുയഥൈരയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും വിപത്തുകളും മറ്റെല്ലാ നഗരങ്ങളുടെയും പോലെ തന്നെയാണ്. ഹെർമോസ് താഴ്വരകൾ മുതൽ കായ്ക്കസ് നദി വരെ വ്യാപിക്കുന്ന നീണ്ട താഴ്വരയിലാണ് തുയഥൈര സ്ഥിതി ചെയ്തിരുന്നത്. അതുവഴി ഇന്നത്തെ കാലഘട്ടത്തിൽ തീവണ്ടിപ്പാതയൊക്കെ ഉണ്ട്. പെർഗമോസിനെയും സർദീസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാജപാത ഫിലദൽഫിയയിലും ലവദോക്യയിലും കൂടി കടന്ന് സ്മുർണ ബൈസാൻഡിയം റോഡിൽ എത്തിച്ചേർന്നിരുന്നു. രാജകീയ തപാൽ കൊണ്ടുപോയിരുന്നത് ഈ പാതയിലൂടെയാണ്. ആസിയയിലെ പൂർവ്വ രാജ്യങ്ങളിലെയും വാണിജ്യ വ്യവസായങ്ങൾ ഈ പാതയിൽ കൂടെയായിരുന്നു. അതുകൊണ്ട് തുയഥൈരയ്ക്കൊരു വ്യാവസായിക നഗരത്തിൻ്റെ ലക്ഷണങ്ങളും പ്രാധാന്യവുമൊക്കെ ഏറെക്കുറെ ലഭിച്ചു. തുയഥൈര പെർഗമോസിലേക്കുള്ള പ്രവേശന ദ്വാരം കൂടിയായിരുന്നു. പെർഗമോസ് ആസിയയുടെ തലസ്ഥാനമായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തുയഥൈരയിൽ മക്കതോനിയൻ പട്ടാളങ്ങൾ കാവൽ കിടന്നിരുന്നു. തുയഥൈര ആക്രമിക്കപ്പെട്ടപ്പോൾ പെർഗമോസിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതുവരെ രക്ഷാ നടപടികൾ കാര്യക്ഷമമായി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മതപരമായി ഈ സ്ഥലത്തിന് പ്രത്യേക പ്രാധാന്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാവിയെ ഗണിച്ചു പറയുന്ന ഒരു ക്ഷേത്രവും അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രവാചകിയും മാത്രമേ എടുത്തു പറയാനുള്ളൂ. വലിയ പീഡനത്തിൻ്റെ ഭീഷണി ഒന്നും അവിടെ ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്നില്ല. എന്നാൽ പിന്നെ അവിടുത്തെ പ്രശ്നങ്ങളും അപകടങ്ങളും എന്തായിരുന്നു എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, സാമൂഹിക സാഹചര്യം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും ലഭിക്കുന്നില്ല. വ്യവസായങ്ങളൊക്കെ മന്ദഗതിയിലായിരുന്നു. മരപ്പണി സാമഗ്രികളായിരുന്നു പ്രധാന വാണിഭ സാധനം. രക്താംബരം വിൽപ്പനക്കാരിയായ ലുദിയ ഇവിടുത്തുകാരിയാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്കതറിയാം. അവിടെ അനേകം വ്യവസായ സംഘടനകൾ ഉണ്ടായിരുന്നുവെന്ന് പ്രാചീന മുദ്രണങ്ങളിൽ നിന്നും ശിലാലിഖിതങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാം. അങ്ങനെ കമ്പിളി, തുകൽ, തുണിത്തരങ്ങൾ, ലോഹങ്ങൾ, വസ്ത്രങ്ങൾ നിറം പിടിപ്പിക്കുന്നവർ, കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്നവർ, അടിമ കച്ചവടക്കാർ, അങ്ങനെ പലതരം തൊഴിൽക്കാരുടെ സംഘടനകളും അവിടെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു തുയഥൈരയിലെ സഭയുടെ പ്രശ്നം. തൊഴിൽ സംഘടനകളിൽ ചേരാൻ വിസമ്മതിക്കുന്നത്
ഇന്നത്തെ ട്രേഡ് യൂണിയനിൽ വിസമ്മതിക്കുന്നത് പോലെ വൈഷമ്യമുള്ളതായിരുന്നു. തൊഴിൽ വ്യവസായങ്ങളിൽ അങ്ങനെയുള്ളവർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഇത്തരം തൊഴിൽ സംഘടനകൾ ക്ഷേത്രങ്ങളിൽ വെച്ച് സദ്യകൾ നടത്തുന്ന പതിവുണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ വെച്ചായിരുന്നെങ്കിൽ തന്നെയും വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുക വിരളമല്ല. ക്രിസ്ത്യാനികൾക്ക് ഇവയിൽ പങ്കുകൊള്ളാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തൊഴിൽ സംഘടനകളിൽ ചേരാൻ അങ്ങനെയുള്ളവർ വിസമ്മതിച്ചിരുന്നു. മദ്യപാനവും വെറിക്കൂത്തും ഉള്ള അത്തരം രംഗങ്ങൾ ക്രിസ്തീയ പ്രമാണങ്ങൾക്ക് എതിരായിരുന്നു. തുയഥൈരയിലെ സഭയിൽ പീഡന ഭീഷണിയുടെ അന്തരീക്ഷത്തിലും ആന്തരികമായി ഈ പറഞ്ഞ പ്രശ്നത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുത്തണോ എന്ന ചോദ്യം ഉണ്ടായി. തൊഴിൽ സംഘടനകളിൽ ചേരാം എന്ന് ചിലർ വാദിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ ക്രിസ്ത്യാനി സാമൂഹ്യ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനാൽ അശുദ്ധനാകുന്നില്ലെന്ന് ഇങ്ങനെയുള്ള ആളുകൾ വാദിച്ചു. ഇസബേൽ എന്ന സ്ത്രീ ഇക്കൂട്ടരുടെ പ്രതിനിധിയാണ്. അവൾ ലോകത്തോട് മാലിന്യപ്പെടാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചു. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തു ഇതിനെ ശാസിക്കുന്നതായി ദാർശനികനായ യോഹന്നാൻ കത്തിൽ പറയുന്നു. തുയഥൈരയിലെ ഈ പ്രശ്നം എല്ലാ കാലത്തും ക്രൈസ്തവ സഭയുടെ പ്രശ്നങ്ങളിലൊന്നാണ്. ക്രിസ്ത്യാനിക്ക് ലോക വ്യാപാരങ്ങളോട് എത്രമാത്രം രമ്യപ്പെടാൻ കഴിയും എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ മലിനതയോട് എങ്ങനെയാണ് ഇടകലർന്ന് പോകാൻ സാധിക്കുക? അവിടുത്തെ സഭയുടെ ഒരു അവസ്ഥ, സഭയുടെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായും വിശദമായും ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ കത്തിലെ പല കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രയാസമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇസബേൽ ഒരു വ്യക്തിയുടെ പേരാണോ അതോ ഒരു സൂചന മാത്രമാണോ എന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല. എന്തായിരുന്നു ഇസബേൽ പഠിപ്പിച്ചു വന്നിരുന്നത് എന്ന് വ്യക്തമായി പറയുന്നില്ല. എന്നാൽ വിഗ്രഹാർപ്പിതം തിന്നാൻ പ്രേരിപ്പിച്ചു എന്നതാണ്. അതുകൊണ്ട് അവിടെ നിലനിന്ന സാഹചര്യങ്ങളോട്, വേദവിപരീതമായ സാഹചര്യങ്ങളെ ഉൾച്ചേർത്ത് നിർത്താനുള്ള നിർബന്ധം ഈ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഓർമ്മപ്പെടുത്തൽ. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റി ഭയപ്പെടുത്തുന്ന വിവരണത്തോടുകൂടിയാണ് ഈ കത്ത് ആരംഭിക്കുന്നത്. അവൻ്റെ കണ്ണുകൾ തീജ്വാല പോലെയും അവൻ്റെ കാലുകൾ പിച്ചള കൊത്തും അല്ലെങ്കിൽ പിച്ചളയ്ക്ക് സമാനവും ആയിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യത്തിലെ സ്വർഗീയ ദൂതന്റെ രൂപത്തോട് ഇതിന് ഏറെക്കുറെ സാമ്യമുണ്ട്. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ കോപമാണ് തുയഥൈരയിലെ തെറ്റുകൾക്കെതിരായി അവൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്നത്. പാദങ്ങൾ വഴങ്ങാത്ത സ്വഭാവത്തെയും ക്ഷീണിച്ചു പോകാത്ത ശക്തിയെയും ഒക്കെ കാണിക്കുന്നു. തുയഥൈരയിലെ സഭയ്ക്ക് അതാവശ്യമാണ്, മൃദുലമായ ഉപദേശം പോലെ. എങ്കിലും വിശ്വസ്തരായ സഭാംഗങ്ങളെ വാനോളം പുകഴ്ത്തുന്നു. സ്നേഹം, വിശ്വസ്തത, ശുശ്രൂഷ, മനസ്ഥിതി, സഹിഷ്ണുത എന്നിവ അവരുടെ ശ്രേഷ്ഠ ഗുണങ്ങളാണ്. സ്നേഹത്തിൽ നിന്ന് ശുശ്രൂഷയും വിശ്വസ്തതയിൽ നിന്ന് സഹിഷ്ണുതയും ഉണ്ടാകുന്നു. അതുമാത്രമല്ല, തുയഥൈരയിലെ സഭ പ്രാരംഭകാലത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതും എടുത്തു പറയുന്നു. ആദ്യത്തേതിനേക്കാൾ നല്ല കാര്യങ്ങൾ. സുശക്തവും തഴച്ചു വളരുന്നതുമായ ആ സഭ അതിലില്ലാത്ത ആന്തരിക ശക്തിയും മഹാമനസ്കതയും സുസ്ഥിരതയും പ്രദർശിപ്പിക്കുന്നത് ഈ അവിടുത്തെ സന്ദർശകരെല്ലാം ആകർഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വേദഭാഗം 18-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ തുയഥൈരയിലെ സഭയുടെ സാമൂഹികമായ കാര്യങ്ങൾ അധികം ലഭിക്കുന്നില്ല എങ്കിൽ പോലും ഓർമ്മിപ്പിക്കുന്ന പ്രധാന സന്ദേശം, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ വേദവിപരീതമായ ചില കാര്യങ്ങളോട് അലയൻസ് ചെയ്തു പോകാനുള്ള നിർബന്ധം ഒരു പക്ഷേ ഉണ്ടാകാം. അത് പ്രത്യക്ഷമാവാം, പ്രലോഭനമാകാം, ചിലപ്പോൾ ഭീഷണിയാവാം. നമ്മൾ എന്ത് ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കരുത് എന്നൊക്കെ ഉള്ള
നിർബന്ധങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് എന്താണ്? ഇസബേൽ എന്ന പേരിവിടെ പറയുമ്പോൾ തന്നെ ഓർക്കുക, ആഹാബ് രാജാവ് ഒരു വിദേശ നയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ ഇങ്ങനെ അവരോടുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ സാഹചര്യം ഉടലെടുക്കാനാണ് ഇസബേലിനെ വിവാഹം കഴിച്ചത്. ഒരു യഹൂദേതര സ്ത്രീയെ വിവാഹം കഴിച്ചു. അതൊരു മതസൗഹാർദ്ദമായോ രാജ്യങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിൻ്റെ സാധ്യതയായോ ഒക്കെ കണക്കാക്കിയാൽ പോലും അതിൻ്റെ ഫലം വളരെ വിനാശകരമായിരുന്നു. ഇസബേൽ വെറുതെ വന്നതല്ല. അവിടുന്ന് ബാലിൻ്റെ പ്രവാചകന്മാരെയും അശേര പ്രതിഷ്ഠകളെയും എല്ലാം കൊണ്ടുവന്ന് ഇസ്രായേലിൽ സ്ഥാപിച്ചു. ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിൽ ആരംഭിച്ച ഈ ബന്ധം ഇസ്രായേലിനെ തകർത്ത് കളഞ്ഞു. സഭയ്ക്കും ഇതിങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെ വിശകലനം ചെയ്യാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. ദൈവവചനത്തിനും ദൈവിക നിലപാടുകൾക്കും വിരുദ്ധമായ യാതൊരു കൂട്ടുകെട്ടുകളും സഭയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മറ്റൊരു പ്രഭാതം കൊണ്ട് ദാനമായി അടിയങ്ങൾക്ക് നൽകിയല്ലോ. ഒരാഴ്ചയുടെ അവസാന ദിനമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ അനവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായ നന്മ കൊണ്ട് ഞങ്ങളെ നടത്തി. ആഴ്ചയുടെ ആരംഭം മുതൽ അവസാന ദിനം വരെയും ഞങ്ങളെ കാത്ത ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ അവിശ്വസ്തതയും കുറവുകളും ആകാത്ത ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. തുയധൈരയിലെ സഭയോട് പറയുന്നത് പോലെ ഒരുപാട് നന്മകൾ ഞങ്ങളിലുണ്ട്, എങ്കിൽ പോലും ചില വീഴ്ചകളുണ്ട് എന്ന ഒരു തിരുത്ത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം കണ്ടെത്തി തിരുത്താനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണം. സാന്നിധ്യം കൊണ്ട് വഴി നടത്തണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ പ്രവൃത്തികളിലും ഞങ്ങളുടെ ഉത്തരവാദിത്ത നിർവഹണങ്ങളിലും യാത്രകളിലുമൊക്കെ കർത്താവിൻ്റെ കരുണ നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പുതിയ അനുഭവങ്ങളും നന്മകളും നല്ല ആഗ്രഹങ്ങളുമൊക്കെ കർത്താവ് നൽകുന്നതിനായി കാണുന്നതിനായി നന്ദിയോടെ സ്തോത്രം. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കനിവും നമ്മോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനാ വിഷയത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.